me choose your fate. I am the crucifier, putting an end to your place, taking misery. Let me choose your fate. I am the crucifier, putting an end to your place, taking misery. ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കം ഉണ്ടല്ലോടാ തനിക്ക്. മുഖത്ത് കണ്ണില്ലേ? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? താൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഓ, അലോഷ്, കുറ്റിക്കാട്ടിൽ അലോഷ്. ഓ അത് ശരി. എന്നാ താൻ പോയി കുറ്റിക്കാട്ടി കിടക്ക്. എന്തേ? Let me choose your fate. I am the crucifier, putting an end to your place, taking misery. റോങ് സൈഡ് കയറുമെന്നും പോരാ, ഞങ്ങളുടെ മെക്കടെ കയറുന്നോളാം. റോങ് സൈഡ് കയറി വരുന്നത് എന്റെ ഒരു ഹോബിയാ മണി. ആ, ഞാൻ ആള് കുറച്ച് റോങ്ങുമാണ്. ഓ നീ അലോഷിനെ അടിക്കൂലടാ. നിനക്ക് ഞങ്ങൾ അറിഞ്ഞു. ഒരെണ്ണം കൂടി കൊടുക്കാൻ പെട്ട മുടി തെറ്റി വളർത്താൻ നീ അവിടെ ബാബു ആന്റണി. ഒന്നും നോക്കണ്ട, അടിച്ച് തല പൊളിക്കാൻ പെട്ട ഈ മുടിയന്റെ. എന്താടാ? ഇതാണ് എന്റെ പെട്ട വെട്ടുകാട് ബെൽസൻ. വത്സനോ? ഏത് വത്സൻ? നീ മോളുടെ കൂടെ കാർ പോയിരുന്നേ. ഈ വത്സനെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിളിക്കാൻ പെട്ട വത്സേട്ടാ. ഓ ബെൽസേട്ടൻ. ഭാഗ്യം ജീവനുണ്ട്, കാറ്റ് പോയിട്ടില്ല. ആരപ്പെട്ടാ ഒന്നും നോക്കണ്ട, ആശുപത്രി കൊണ്ടുവാ. ഒന്നും ബാക്കി വെക്കുന്ന ശീലം ആലോചിച്ചില്ലടാ അവന്റെ ഒരു കരാട്ട. എങ്ങനെയുണ്ടാ എന്റെ പേട്ട? ഞാൻ പൊളിച്ചില്ലേ? നാടല്ലേ മോളെ, ഈ രാജ്യം തന്നെ വിട്ടു പോകേണ്ടി വരും. എന്റെ പെട്ട നമ്മള് അവനായിട്ടല്ലേ പോണ്? അതെ, അവനോടായിരിക്കും അവർക്ക് ഏറ്റവും കലിപ്പ്. അവന്റെ അടിയിലാണല്ലോ അയാളുടെ ബോധം പോയത്. ശരിയാ. ബോധോ? എന്റെ പെട്ടത് ആരുടെ കാര്യമാ പറയുന്നേ? അലോഷിന്റെ. അലോഷിന്റെ കാര്യമല്ല, ഞാൻ നമ്മുടെ വണ്ടിയുടെ കാര്യം പറയണേ. ബെൻസൂട്ടിന്റെ. അവനെ വിട്ടിട്ട് പോകാനാണ് ഞാൻ വരില്ല. ഓ ദൈവമേ, ഇങ്ങനൊരു വണ്ടി പ്രാന്തൻ. നിനക്കൊക്കെ അത് പറയാം. നമ്മളെ കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യം മൊത്തം അവർ വണ്ടിയിലായിരിക്കും തീർക്കുന്നത്. നമ്മുടെ വണ്ടി അവന്മാരെ തല്ലി തകർത്ത് കളയും. അവന്റെ ഒരു വണ്ടി. ആ തെണ്ടി അവിടെ. എന്തോ? നീ അല്ലടാ. അലോഷ് എവിടെ? അലോഷേ, ഞാൻ ഇവിടെ ഉണ്ട്. അവസാനമായിട്ട് ചാളക്കറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കുക. ഇനി ചിലപ്പോ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? ചാകാൻ പോണ നേരത്താണോ നിന്റെ ചാളക്കറി? ചാളമേരി എന്തി? അല്ല, ചാള എന്തി? മേരി ചേച്ചി അതുകൊണ്ട് ചേച്ചി ആ, ഞാൻ റെഡിയായി. പക്ഷെ കഴുത്തിലൊന്നും ഇല്ലാത്തോണ്ടേ ഒരു സുഖമില്ല. ആ തെണ്ടികള് പൊട്ടിച്ചോണ്ട് പോയത് കണ്ട മുക്കൊണ്ടാന്ന് പറയത്തേ ഇല്ലായിരുന്നു. മുക്കുപൊണ്ടോ? ഒരു മുക്കുപൊണ്ട് പൊട്ടിച്ചോണ്ട് പോയതിനാണോടി നീ ഇങ്ങനെ കിടന്ന് കാറിയത്? കള്ളന്മാരെ മാല പൊട്ടിക്കാൻ വരുമ്പോ അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ, അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ എന്ന് പറഞ്ഞു കിടന്ന് കാറാൻ പറ്റുവാ? പിന്നെ നമ്മുടെ ദാരിദ്ര്യം എന്തിനാ നാട്ടുകാരെല്ലാം അറിയിക്കാൻ നിൽക്കുന്നേ? അത് മമ്മി പറഞ്ഞത് ശരിയാ. എന്നാലും മരണച്ചീസ് കിടക്കുമ്പോഴെങ്കിലും ചേച്ചിക്ക് പറയായിരുന്നു അത് മുക്കൊണ്ടുവരുന്നു. അത് പറയായിരുന്നു. അതിനെ ഇവിടെ മുക്കുകൊണ്ടം മാത്രമേ ഉള്ളെന്നുള്ളത് ആന്റപ്പേട്ടന് നന്നായിട്ട് അറിയാലോ. പിന്നെ അവന്മാരെങ്ങനെ പിടിക്കാൻ പറ്റിയാലേ ഹണി റോസിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ കഴുത്തിലൊരു മാല ഇല്ലാതെ എങ്ങനെയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണല്ലേ ഹണി ട്രാപ്പ്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ടൈം ഇല്ലാത്തോണ്ട്. ടൈമുണ്ട്. എന്റെ പെട്ട എത്ര പെട്ടെന്ന് സ്കൂട്ടാവാനാ കിഷൻജി പറഞ്ഞേക്കുന്നേ? അല്ലെങ്കിൽ പണിപാളവേ. കിഷൻജി അങ്ങനെ പറഞ്ഞു. എന്നാന്നും നോക്കാനില്ല, നമുക്ക് സ്കൂട്ടാവാം. മുഴുവൻ കഴിച്ചിട്ട് പോയാ പോരാ എന്റെ പേട്ട? പെട്ടെന്ന് ഇറങ്ങും. കാളിക്കാവസനി ചെലുത്താൻ വന്നിറങ്ങി, കാര്യം തവിട്ട് പൊടി ശനിദശ പണി തുടങ്ങി.
പട്ടിപ്പാൽ കളമൊരുങ്ങി വാട്ടാ മുരട് തമ്മി ദേ ദേ ഇതാ വെട്ടുകാട് ബെൽസിന്റെ ടീമാവും. നിങ്ങൾ എല്ലാരും ഉള്ളിലേക്ക് പോയിക്കോ. ഉള്ളപ്പോ എന്നെ ഒറ്റക്കിട്ട് പോയി കളഞ്ഞില്ല. അവന്മാര് ചോദിച്ചാ ഞാനാണ് തലക്കടിച്ചെന്നുള്ള കാര്യം പറയണ്ട. ചേട്ടൻ ഒറ്റക്കടിച്ചിട്ടതാന്ന് പറഞ്ഞാ മതി. അതാ മാസ്. നന്ദി ഉണ്ടടാ പന്നി. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ലടാ. എന്താടാ? സ്കൂളിൽ പഠിക്കണ കാലത്ത് കോലൈസ് മേടിക്കാൻ കാശില്ല നിന്നപ്പോ പാലൈസ് മേടിച്ച നാളാടാ എന്റെ ആൻറ്റപ്പേട്ടൻ. കുട്ടിക്കൂറ പൗഡർ ഇട്ട് നടന്ന എന്നെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് ജിമ്മി വിട്ട ആളാണ് എന്റെ ആൻറ്റപ്പേട്ടൻ. അപ്പനമ്മയും വിഷം കഴിച്ച് മരിച്ചിട്ട് എന്നെ ഒറ്റക്കാക്കി പോയപ്പോ നിനക്ക് ഞാനുണ്ടാ. നീ എന്റെ വീട്ടിട്ട് പോരെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ ആളാ. ഒറ്റക്കടിച്ച് തീർക്കാൻ വേണ്ടിയായിരുന്നല്ലടാ ഇത്രയും വലിയ സെന്റി അടിച്ചത് പാട്ടി. ഇതൊക്കെ പപ്പയ്ക്ക് വെറും ചീള് കേസാ. എല്ലാത്തിനും വേണ്ടി പീസാക്കാൻ പറഞ്ഞു മമ്മി. ഞാൻ കാളിക്കാവ് സുനി. ഞാൻ തറ ആൽത്തറാമ്പാടി. ഞാൻ മേക്കാട്ടുകുളം ലോനപ്പൻ മകൻ ആൻഡപ്പൻ. ഞങ്ങളെ പേടിച്ചിട്ട് ഒളിച്ചോടാനുള്ള പരിപാടിയാണല്ലേ? പെട്ടിയൊക്കെ ഇട്ട്. അല്ല, ടൂറ് പോവാൻ ഇറങ്ങിയതാ. ഓഹോ, എങ്ങോട്ട്? ഗോവയ്ക്ക്. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കി അതിന്റെ സെലിബ്രേഷന് പോവാ ഫുൾ ടീമായിട്ട്. എന്റെ പപ്പനെ കൊലക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കാലേ? ഇത്ര ഉള്ളൂലേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? ഞങ്ങളുടെ നേതാവും മാർഗദീപവുമായ ബെൽസേട്ടനെ ഇടിച്ച് ചതച്ച് ഇഞ്ചപ്പരുവാക്കിയ വിവരം പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരീരത്തിനേറ്റ മുറിവ് നിസ്സാരമാണെങ്കിലും ഏതോ ഒരു മാരകായുധം കൊണ്ട് തലക്കടിച്ച അടി, ആ അടിയാണ് ബെൽസേട്ടനെ കോമയിലാക്കിയത്. ആ അടി അടിച്ച നിങ്ങളല്ലേ? അല്ല, ആ അടി അടിച്ചത് ഞാനാ. അല്ല, ആ അടി അടിച്ചത് ഞങ്ങൾ മൂന്നുപേരും കൂടെ. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കി അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള മത്സരം കണ്ടില്ലേ? വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നല്ലേ എല്ലാരും കൂടി? അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബെൽസേട്ടനെ ഒറ്റക്കടിച്ച് ആർക്കും തോപ്പിക്കാനാവില്ലത്. സുനി, കരയല്ലേടാ, നമുക്ക് വന്ന കാര്യങ്ങൾ നടത്താം. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കിയതോടെ ഞങ്ങൾക്ക് നാഥനില്ലാതായി. ഇനി നിങ്ങൾ വേണം ഞങ്ങൾക്കൊരു അഭയം തരാൻ. ഞങ്ങളിപ്പോ അനാഥര. അഭയം തരാനോ? അതെ, അഭയം തരാൻ. അയ്യോ, അഭയം തരാൻ ആൻറ്റപ്പേട്ടൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര റിച്ച് ഒന്നുമല്ല.
പുറമേ കാണുന്ന ഈ പോളിച്ച മാത്രമേ ഉള്ളൂ. ഫുള്ള് കടവും ദാരിദ്ര്യവും തേഞ്ഞൊട്ടിയിരിക്കുക.